എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ജൂൺ 21-ാം തീയതി മാർക്ക് മില്ലർ അനൗൺസ് ചെയ്ത് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു അപ്ഡേറ്റ് എന്ന് പറയാം, പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് ഫ്ലാഗ് പോളിംഗ് പറ്റത്തില്ല. അപ്പം ഇത് കുറേ ആൾക്കാർക്ക് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പം എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ പഠിത്തം കഴിഞ്ഞ് സ്റ്റഡി പെർമിറ്റിലാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് നമുക്ക് വേണം. ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ ഈ സ്റ്റഡി പെർമിറ്റിന് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ IRCCയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ഫീസൊക്കെ അടച്ച് അങ്ങനെയുള്ള കുറേ പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ടാണ് സ്റ്റഡി പെർമിറ്റ് നമുക്ക് കിട്ടുന്നത്, വിസ നാട്ടി വെച്ചിട്ട് അപ്രൂവൽ ആവുന്നത്. അതിനുശേഷം ഇവിടെ വന്നിട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റും ഇതേ പ്രോസസ്സാണ്. അതായത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് ഫീസ് അടയ്ക്കുക, പിന്നെ കുറേ നാൾ വെയിറ്റ് ചെയ്യുക, ഒരുപാട് വെയിറ്റിംഗ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇപ്പം കാനഡയിലെ ഏതൊരു പ്രോസസ്സ് ആണെങ്കിലും, ഇപ്പോൾ PR-ൻ്റെ കേസ് ആണെങ്കിലും PNB ആണെങ്കിലും സ്റ്റഡി വിസയുടെ കാര്യമാണെങ്കിലും വർക്ക് പെർമിറ്റിൻ്റെ കാര്യം എല്ലാം ഭയങ്കര ഡിലേ ആണ്. ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി അറിയാത്ത സിറ്റുവേഷൻ വരും. അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിങ് ടൈം സ്റ്റഡി പെർമിറ്റിനുള്ളതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിനും ഒരുപാട് കൂടുതലാണ്. ഈ ഫ്ലാഗ് പോളിംഗ് എന്താ സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഇവിടെ വന്ന് നമ്മൾ സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. നമുക്ക് IRCCയുടെ അക്കൗണ്ട് ത്രൂ അപ്ലൈ ചെയ്യാതെ നമുക്ക് കാനഡ US ബോർഡറിൽ പോയിട്ട് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമുക്ക് അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് തരും. അതാണ് ഈ ഫ്ലാഗ് പോളിംഗ് എന്ന് പറയുന്നത്. അതിന് ടൈം അധികം തന്നെ വേണ്ട. ഒരു ദിവസം നമ്മൾ മെനക്കെട്ടാൽ മതി. നമ്മളിപ്പോൾ കാനഡ നിൽക്കുന്ന ആളാണെങ്കിൽ US ബോർഡറിലേക്ക് പോകേണ്ട ആ ഒരു ദിവസം, ആ ഒരു സമയം, പിന്നെ നമ്മൾ അവിടെ വരെ പോകുന്ന എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടുന്ന സംഭവമാണ്. അതുകൊണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഫ്ലാഗ് പോളിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മൾ മറ്റേ IRCCയിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാത്തിരിക്കുന്നതൊക്കെ ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ ഫാമിലീസൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ അച്ഛനും അമ്മയും 2 പിള്ളേരും ഉള്ളവരാണെങ്കിൽ 4 ആൾക്കാരെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട്. ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. നമുക്ക് ചിലപ്പം ചില ജോലികളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ ഈ ഒറ്റ ദിവസം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകുന്നു, കാനഡ US ബോർഡറിൽ പോകുന്നു, കാര്യങ്ങളൊക്കെ ഇതാക്കുന്നു, ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്പം തന്നെ കിട്ടുന്നു. ഈ ഒരു സംഭവമാണ് നിർത്തലാക്കിയിരിക്കുന്നത്. അതായത് മാർച്ച് 2023 മുതൽ ഫെബ്രുവരി 2024 വരെ ഒരു കണക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 1/4 ഓഫ് ഫോറിൻ വർക്കേഴ്സും ഈ ഒരു ഫ്ലാഗ് പോളിങ്ങിലൂടെയാണ് ഓപ്പൺ വർക്ക് പെർമിറ്റ് മേടിച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ IRCC അപ്ലൈ ചെയ്യുന്നില്ല, നമ്മൾ ഫീസ് അടയ്ക്കുന്നില്ല, കാത്തിരിക്കുന്നില്ല. അപ്പം ഈ ഒരു പ്രോസസ്സ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇനി മുതൽ ഫോറിൻ വർക്കേഴ്സിന്, അതായത് ഫോറിനേഴ്സിനും അങ്ങനെ US കാനഡ ബോർഡറിൽ പോയിട്ട് ഫ്ലാഗ് പോളിംഗ് നടത്തിയിട്ട് PGWP, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. കാരണം ഇവിടെ നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് പോലും വരാതെ എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കിട്ടുമോ. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരും സത്യത്തിൽ നാട്ടിൽ വെച്ച് നമുക്ക് ഫ്ലാഗ് പോളിംഗ് എന്താണെന്ന് കൂടി അറിയില്ല. പക്ഷേ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫ്ലാഗ് പോളിങ്ങിലൂടെയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ അത് പറ്റത്തില്ല. ഇനി എന്ത് നിങ്ങൾ PGWP അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ലീഗലായിട്ട്, ഇത് ഇല്ലീഗലാണെന്നല്ല, പക്ഷേ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഫ്ലാഗ് പോളിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നേഷൻസ് ഈ ഒരു ഫ്ലാഗ് പോളിങ്ങിലൂടെ ആയിരുന്നു PGWP മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ അത് പറ്റത്തില്ല. ഇനി IRCC എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ലീഗലായിട്ട് നിങ്ങൾ IRCCയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, ഓൾറെഡി നമുക്ക് അക്കൗണ്ട് കാണും, അതിൻ്റെ അകത്തൂടെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക, നിങ്ങളെ ഫീസ് അടയ്ക്കുക, അതിന് ശേഷം PGWPക്ക് വെയിറ്റ് ചെയ്യുക. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് എല്ലാവരും ഈ ഫ്ലാഗ് പോളിങ് ചൂസ് ചെയ്യുന്നതെന്ന് അറിയോ? കാരണം ഇതിന് നല്ല പ്രോസസ്സിങ് ടൈം ഭയങ്കര കുറവാണ്. ഒരു ദിവസം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ മതി, പോയി നമുക്ക് സാധനം കൈയോടെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാൾ കാത്തിരിക്കണം. അപ്പോൾ IRCC അതിനൊരു സൊല്യൂഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇത്രയും നാൾ പ്രോസസ്സിങ് ടൈം ഭയങ്കര കൂടുതലായിരുന്നു, അപ്പം പ്രോസസ്സിങ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉള്ളൊരു അപ്ഡേറ്റും കൂടി അവർ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിരുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ IRCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ആ ഒരു
ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാഗ് പോളിംഗ് ചൂസ് ചെയ്യുന്നത് ഈ പ്രോസസ്സിങ് ടൈമിൽ നിന്നുണ്ട്. അപ്പോൾ IRCC പറയുന്നുണ്ട് ഞങ്ങളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സ് ആണ് ഓരോ ദിവസവും വരുന്നത്. ഇപ്പോൾ PR-ൻ്റെ കാര്യമാണെങ്കിലും PNB-യുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ PNB ഒക്കെ ഇവർ അനൗൺസ് ചെയ്താൽ കൂടിയും അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ആൽബർട്ടയുടെ കാര്യം ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള ഒരു രീതിയിലാണ് വന്നത്. അപ്പം അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേന് എല്ലാവരും, അതായത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് വന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രശ്നം റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ ഇവിടെ ഇമിഗ്രേഷൻ കൂടിയത് കാരണം ഇവിടുത്തെ ഹൗസിങ് ക്രൈസിസ്, മറ്റേ മെഡിക്കൽ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ ഈ ഒരു ഇതെടുത്ത് മാറ്റിയിരിക്കുന്നത് കൊണ്ടിട്ട് എന്തായാലും ഇനിയും PGWPക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഒരുപാട് ലോങ് വെയിറ്റിംഗ് ടൈമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അധികം ആൾക്കാർ ഈ ഫ്ലാഗ് പോളിങ്ങിലൂടെ ആയിരുന്നു PGWP മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു IRCCയിൽ ഓൺലൈൻ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് സമയം എടുത്തിട്ട് നോക്കിയാൽ മതി. അതിൽ തന്നെ അവർ ഒരുപാട് ഡിലേ കാണിച്ചിരുന്നു. അപ്പം ഇത് നിർത്തലാക്കിയ സ്ഥിതിക്കും ഇവിടെ, അതായത് ഈ ഫ്ലാഗ് പോളിംഗ് വെക്കാനിരുന്ന ആൾക്കാരും കൂടി ഓൺലൈൻ അപ്ലൈ ചെയ്യും. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോർമൽ പ്രോസസ്സിംഗ് ടൈം ഭയങ്കര ലോങ് ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുമ്പോഴത്തേനും പ്രോസസ്സിംഗ് ടൈം ഇനിയും കൂടും എന്നുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നപ്പോഴത്തേനും അവരായിട്ട് തന്നെ പറയുന്നുണ്ട് അവരത് പ്രോസസ്സിങ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇനി കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്തിട്ട് അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ലിബറൽ ആയിരിക്കും ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ നോക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള ഒരു രീതിയിലാണ് അവർ പറയണത്. എന്തായാലും ഇപ്പം കുറേ കാര്യങ്ങൾ അവർ മാറ്റം വരുത്തുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തു മാറ്റുന്നുണ്ട്. ഇതിനുള്ളിൽ തന്നെ ഇപ്പം PGWP ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. കാരണം ഇവിടെയുള്ള ആൾക്കാരും വെയിറ്റിംഗ് ആണ്. കാരണം ഇവർ ഈ PGWP ഇവിടെ ഉള്ള ആൾക്കാർക്കും കൂടി പുതിയ റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം 2 വർഷത്തെ കോഴ്സ് എടുക്കുമ്പോൾ 3 വർഷമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു 3 വർഷം എന്നുള്ളതിലാണ് ചിലപ്പോൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അവരുടെ ലാസ്റ്റത്തെ ഒരു അപ്ഡേറ്റ്സ് വെച്ചിട്ട് 1 വർഷം കൊടുത്തിട്ട് ഇവിടെ, അതായത് ഇവിടെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് ജോബ് കിട്ടുവാണെങ്കിലും എക്സ്റ്റൻഷൻ തരും എന്നുള്ള രീതിയിലൊക്കെയാണ് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി അതനുസരിച്ചിട്ട് ഈ ഫെഡറൽ ഗവൺമെൻറ് എന്താണ് ഡിസിഷൻ എടുക്കുന്നത് നമുക്കറിയില്ല. എല്ലാവരും വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഫ്ലാഗ് പോളിംഗ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PGWP നമുക്ക് ഈ കാനഡ US ബോർഡറിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു, നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാതെ. പക്ഷേ ഇപ്പോൾ അത് നിർത്തലാക്കി. ഈ 2024 ജൂൺ 21 മുതൽ അത് നിർത്തലാക്കി. ഇനി മുതൽ അങ്ങനെ PGW മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യൂ. 2-3 ആൾക്കാർ കുറച്ച് ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇനി വരും വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ കോളേജ് എങ്ങനെയാണ്, ഇവിടുത്തെ കോളേജിൻ്റെ സിസ്റ്റംസ് എങ്ങനെയാണ്, അസൈൻമെൻറ്റ് പ്രോജക്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും വീഡിയോസിൽ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അതും താഴെ മെൻഷൻ ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ അതും മെൻഷൻ ചെയ്യൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.